Hi guys, welcome back to my channel again. So today ഞാനൊരു അഡ്വഞ്ചർ ബൈക്ക് ആയിട്ടുള്ള KTM 390 അഡ്വഞ്ചർ എക്സിൻ്റെ പുതിയ പതിപ്പിനെ പറ്റിയാണ്. സോ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഇന്ത്യയിൽ നഷ്ടപ്പെട്ട പ്രതാപമെല്ലാം തിരിച്ചു പിടിക്കാൻ ഓസ്ട്രിയൻ ഇരുചക്രവാഹന നിർമ്മാതാക്കളായ KTM ഇന്ത്യയിൽ ഉടനീളം 390 അഡ്വഞ്ചർ എക്സ് പതിപ്പിനായുള്ള ബുക്കിങ്ങുകൾ KTM ഇതിനകം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ആരാധകർ വിഷമിക്കേണ്ട കാര്യമില്ല. KTM 390 അഡ്വഞ്ചർ എക്സ് മോഡലിന് പകരമായി കൂടുതൽ സവിശേഷതകളാൽ സമ്പന്നമായ പുതിയ 390 അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്നൊരു വേരിയൻറ്റിനെ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കാനാണ് കമ്പനിയുടെ പ്ലാൻ. 390 അഡ്വഞ്ചർ നിരയെ നവീകരിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. സ്റ്റാൻഡേർഡ് KTM 390 അഡ്വഞ്ചറിൽ നിന്ന് കടമെടുത്ത IMU അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് പാക്കേജ് ആയിരിക്കും 390 അഡ്വഞ്ചർ എക്സ് പൾസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആധുനിക ബൈക്കുകളുടെ വരവ് വർദ്ധിച്ചതോടെ ബ്രാൻഡിന് കച്ചവടം ചെറുതായൊന്ന് ഇടിഞ്ഞു. പക്ഷേ ഇപ്പോഴിതാ പുതുതലമുറ മോഡലുകളിലൂടെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് KTM. 19 ഇഞ്ച് ഫ്രണ്ട് 17 ഇഞ്ച് റിയർ അലോയ് വീലുകളിലാവും പുതിയ KTM 390 അഡ്വഞ്ചർ എക്സ് പൾസ് വിപണനത്തിന് എത്തുക. ഇത് ബൈക്കിൻ്റെ ടൂറിംഗ് സ്വഭാവത്തിന് സഹായകരമാവുന്ന നീക്കമാണ്. ഒപ്പം നേരിയ ഓഫ് റോഡ് ശേഷിയും മോട്ടോർ സൈക്കിളിനുണ്ടാവും. പക്ഷേ സ്റ്റാൻഡേർഡ് മോഡലിൽ നിന്നുള്ള അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ പുതിയ വേരിയൻറ്റിന് ഉണ്ടാകില്ലെന്നത് പലരെയും നിരാശപ്പെടുത്തിയേക്കാം. സ്വിച്ചബിൾ കോർണറിംഗ് ABS, സ്വിച്ചബിൾ കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ സവിശേഷതകൾ ഇതിൽ ലഭിക്കും. ഇവയ്ക്ക് പുറമെ എക്സ് പ്ലസിൻ്റെ സ്ട്രീറ്റ്, റെയിൻ, ഓഫ് റോഡ് എന്നിങ്ങനെ 3 റൈഡ് മോഡുകളും വാഗ്ദാനം ചെയ്യുമെന്നാണ് വിവരം. ഇത് സ്റ്റാൻഡേർഡ് മോഡലിനെ പോലെ വിവിധ റോഡ് സാഹചര്യങ്ങളിൽ റൈഡർക്ക് കൂടുതൽ കൺട്രോൾ നൽകാൻ സഹായകരമാവും. അധികം പൈസ മുടക്കാതെ തന്നെ സ്റ്റാൻഡേർഡ് മോഡലിൽ കൂടുതൽ ഫീച്ചറുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുതിയ മോഡൽ ഒരു സഹായമായിരിക്കും. വരും ആഴ്ചയിൽ ബൈക്കിനായുള്ള അവതരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ 390 ഡ്യൂക്കിൽ കാണുന്ന അതേ 399 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് 390 അഡ്വഞ്ചർ എക്സ് മോട്ടോർ സൈക്കിളിൻ്റെ ഹൃദയം. ക്രമീകരിക്കാവുന്ന സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെങ്കിലും 390 അഡ്വഞ്ചർ എക്സ് മോഡലിന് സ്റ്റോക്ക് സജ്ജീകരണം സുഖസൗകര്യങ്ങൾക്കും സ്പോർട്ടി ഡൈനാമിക്സിനും നല്ല ബാലൻസ് വാഗ്ദാനം ചെയ്തേക്കുമെന്നാണ് KTMൻ്റെ വശം. IMU അധിഷ്ഠിത സവിശേഷതകൾ കൂടി ചേർന്നതോടെ അഡ്വഞ്ചർ എക്സ് പ്ലസിന് നിലവിലുള്ള അഡ്വഞ്ചർ എക്സ് പതിപ്പിനേക്കാൾ ഏകദേശം 15,000 മുതൽ 20,000 രൂപ വരെ അധികമായി മുടക്കേണ്ടി വന്നേക്കും. 6 സ്പീഡ് ഗിയർ ബോക്സും ബൈഡയറക്ഷണൽ കിക്ക് ഷിഫ്റ്ററുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് 46 bhp കരുത്തിൽ പരമാവധി 39 Nm ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാവും. പുതിയ KTM 390 അഡ്വഞ്ചർ എക്സ് പ്ലസ് വരുമ്പോഴും ഇതേ എൻജിൻ തന്നെയാവും തുടിപ്പേകാൻ എത്തുക. സമീപകാലത്ത് ഓസ്ട്രിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ KTM സ്വീകരിക്കുന്ന ഐഡിയകളെല്ലാം വിജയം കാണുന്നതിനാൽ പുതിയ നീക്കവും വെന്നിക്കൊടി പാറിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു പുത്തൻ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.